ശ്രീമദ് മഹാഭാഗവതം വ്യാസപഞ്ചകം 5 അധ്യായങ്ങൾ 29 മുതൽ 33 വരെ ഭഗവാൻ ഗോപികമാരുമായിട്ട് ചെയ്യുന്ന രാസക്രീഡയുടെ ഭാഗമാണ്. ഭഗവാന്റെ ശ്രീമദ് മഹാഭാഗവതത്തിൽ ദശമസ്കന്ധത്തിലെ തന്നെ അത്യുത്തമമായിട്ടുള്ള 5 അധ്യായങ്ങളാണ്. എല്ലാം വളരെ ചുരുക്കി പറഞ്ഞിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് പോലും ഇത് 5 ദശകങ്ങളിലായിട്ട് ശ്രീമദ് നാരായണീയത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. അത്രക്കും മഹത്വമേറിയതാണ്. ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ചർച്ചയാണ് ഗോപികമാരും ഭഗവാനും തമ്മിലുള്ള ആ ബന്ധത്തെ കാണിക്കുന്നത്. നിഷ്കളങ്കരായിട്ടുള്ള ആ ഗോപികമാർ ഭഗവാനെ എപ്രകാരം പ്രാപിച്ചു, അവർക്ക് ഉള്ളിൽ അഹങ്കാരം വന്നപ്പോൾ ഭഗവാൻ അവരുടെ മുന്നിൽ നിന്നും മറഞ്ഞു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. ഇപ്പോൾ ഭഗവാനെ അന്വേഷിക്കുന്ന ഗോപികമാർ തങ്ങളുടെ മനസ്സിലെ എല്ലാ അഹങ്കാരങ്ങളും വെടിഞ്ഞ് ഭഗവാനെ അന്വേഷിച്ചുകൊണ്ട് അവർ നടക്കുകയാണ്. ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 29ാമത്തെ അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര കൃപ ഭവാർണവാത്. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധന്യ സർവശാസ്ത്ര വിശാരദ ഏതത്കലാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവീലാ ഭക്തി പാദയോസ്തവ ജായതേ തദാ പുരുഷ ദേവേശ നാദസ്തം നോ യദ പ്രഭോ. നാമ സങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം. തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം.